ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രധാനമായും നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ്, കേരളത്തിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ് അതൊക്കെയാണ് നോക്കേണ്ടത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് കേരളത്തിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ റൗണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് 9 കൂടിയാണ്. പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾ ഇന്ത്യയുടെ ആദ്യത്തെ ഷെഡ്യൂളൊക്കെ ചേഞ്ച് വന്നു. നിരന്തരമായിട്ട് ഷെഡ്യൂൾ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് നമ്മൾ ഓഗസ്റ്റ് 9 കൂടിയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകൾ പ്രവേശനം ഞാൻ പറഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കണേ, കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, എവിടെയാണ് പോകേണ്ടത്, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ കുറച്ചും കൂടി ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞപ്പോഴെന്താ, ഓഗസ്റ്റ് 9 കൂടിയിട്ട് ആദ്യഘട്ട ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വരും. ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഗസ്റ്റ് 18 തീയതിക്ക് അകം, അതായത് ഓഗസ്റ്റ് 18 നമ്മൾ ആ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും കിട്ടാം അല്ലേ. അപ്പോൾ ആ സംസ്ഥാനത്ത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം ലഭിച്ചിരിക്കുന്നു ഓഗസ്റ്റ് 18 ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം. എത്രയാണോ അവിടെ നിശ്ചിത ഒരു ഫീസ് ഉണ്ടാവും, ആ ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അഥവാ സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തർപ്രദേശിലൊരു കോളേജിൽ കിട്ടി, ബീഹാറിലൊരു കോളേജ് കിട്ടി, നിങ്ങൾക്കത് പോകണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ അതിൽ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ആദ്യത്തെ ഘട്ടത്തിലൊരു കോളേജ് കിട്ടി, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവിടെ പോകാൻ എനിക്കിവിടെ വേണ്ട, എനിക്കിവിടെ മറ്റൊരു സംസ്ഥാനത്ത് മതി, യു ഹാവ് ദ ഫ്രീ എക്സിറ്റ്. അപ്പോൾ ഫ്രീ എക്സിറ്റ് നമുക്ക് അടിച്ച് പുറത്തേക്ക് പോവാം. ഇനി നിങ്ങൾ ഫ്രീ എക്സിറ്റ് അടിച്ചതുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയൊക്കെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ല. ഫ്രീ എക്സിറ്റ് അടിച്ച് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ പങ്കെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതാണ് ഓൾ ഇന്ത്യയും കേരളം തമ്മിൽ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാനത് പറയട്ടെ, തിരക്കാക്കുന്നില്ല, മെല്ലെ പറയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓൾ ഇന്ത്യയുടെ ഓഗസ്റ്റ് 9 വരും. 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് 18 തീയതി വരെ, ഓഗസ്റ്റ് 18 വരെ നമുക്ക് ഫീസ് അടച്ച് ആ കോളേജുകളിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്ക് ആ കോളേജ് വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഇതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വേറൊരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്തു, ആന്ധ്രാപ്രദേശിലൊരു കോളേജിൽ ജോയിൻ ചെയ്തു, MBBS ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് എനിക്ക് അടുത്ത റൗണ്ടിൽ പങ്കെടുക്കണം, സെക്കൻഡ് തേർഡ്. അപ്പോൾ അവിടെ വില്ലിങ്നെസ് കൊടുത്താൽ മതി. ഒരു പർട്ടിക്കുലർ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം വില്ലിങ്നെസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൗണ്ട് 2 റൗണ്ട് 3 പങ്കെടുക്കാം. ഈ കാര്യം ഒന്നും കൂടെ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു ഭാഗമാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഓൾ ഇന്ത്യ ആയുഷ് വെറ്റിനറി അലോട്ട്മെൻറ്റുകളെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓൾ ഇന്ത്യ ആയുഷ് വെറ്റിനറി അലോട്ട്മെൻറ്റുകൾ അല്പം കൂടി നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രപ്പോസ് ചെയ്ത ഡേറ്റിൽ നിന്ന്, ഡിക്ലെയർ ചെയ്ത ഡേറ്റിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് മീൻസ് ഡേറ്റ് ഇപ്പോൾ 8 തീയതി പറഞ്ഞാൽ 9 തീയതി ആവുന്നു, 10 തീയതി ആവുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുഷ് വെറ്റിനറി അലോട്ട്മെൻറ്റുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊരു ഓഗസ്റ്റ് 20 ശേഷം പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ അവരുടെ സൈറ്റിൽ വരും, ശ്രദ്ധിക്കുക. അപ്പോൾ വലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് വെറ്റിനറി അലോട്ട്മെൻറ്റുകളൊന്നും കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു അലോട്ട്മെൻറ്റാണ് അഗ്രികൾച്ചറിൻ്റെ അലോട്ട്മെൻറ്റ്, ICAR CUET അലോട്ട്മെൻറ്റ്. ഇതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വരുന്ന ആഴ്ച തന്നെ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ICAR CUET അഗ്രികൾച്ചറിൻ്റെ അലോട്ട്മെൻറ്റും ആരംഭിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കൃത്യമായിട്ട് നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് ഏതാ ചോദിച്ചാൽ ഐസറിൻ്റെ അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ കുട്ടിയുടെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുന്നത്. 2 ഘട്ട അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അറിയാം. ഐസർ വളരെ കൃത്യമായിട്ട് ഐസറിൻ്റെ അലോട്ട്മെൻറ്റുകൾ ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നുണ്ട്. മൂന്നാം ഘട്ട ഐസറിൻ്റെ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഓഗസ്റ്റ് 8 മുതലാണ് ആരംഭിക്കുന്നത്. മക്കളെ, പിന്നെ എനിക്ക് AFMCനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടോ. AFMCക്ക് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവൈലബിൾ ആയ ആ ഷോർട്ട് ലിസ്റ്റ്, അതിൽ അർഹരായ ആൾക്കാർക്ക് അറിയാം. അവർക്ക് AFMC പൂനെയിൽ വെച്ചിട്ട് ഈ ആഴ്ച, അതായത് 7 തീയതി മുതൽ, ഓഗസ്റ്റ് 7 മുതൽ അതിൻ്റെ ഫൈനൽ അഡ്മിഷൻ പ്രോസസ്സ് പൂനെയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AFMCയുടെ ഷോർട്ട് ലിസ്റ്റും കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ പൂനെയിൽ വെച്ചിട്ട് ഈ ആഴ്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു അലോട്ട്മെൻറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എയിംസിൻ്റെ BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് അതും കൃത്യമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എയിംസ് BSc അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഈ ഓഗസ്റ്റ് 7 ഈ ആഴ്ച മുതൽ തന്നെ ഓഗസ്റ്റ് 7 മുതൽ പ്രവേശനം നേടാം. അതും കൃത്യമായിട്ട് ഒരു ഭാഗത്ത് കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഐസറിൻ്റെ അലോട്ട്മെൻറ്റുകൾ, എയിംസിൻ്റെ അലോട്ട്മെൻറ്റ്, എയിംസിൻ്റെ BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് ഒക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയാം. മാറ്റങ്ങളൊന്നും തന്നെയില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കർണാടക, തമിഴ്നാട് അതും നടന്നുകൊണ്ടിരിക്കും. തമിഴ്നാട് കർണാടകക്കാർക്ക് ഒരു വ്യത്യസ്തമായ ഷെഡ്യൂളൊക്കെ ഇട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തെ അലോട്ട്മെൻറ്റ് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തമിഴ്നാടിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള അലോട്ട്മെൻറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ അലോട്ട്മെൻറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കാണാം. മനസ്സിലായല്ലോ? ഇത്രയും അപ്ഡേറ്റുകൾ കിട്ടിയാൽ തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണ കിട്ടും. മക്കളെ, ഇനി നമുക്ക് കേരളത്തിലേക്ക് പോയാലോ? കേരളത്തിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ഫൈനലായിട്ട് നിങ്ങൾ വന്ന ഒരു സർക്കുലർ കണ്ടിട്ടുണ്ടാവും. എന്താ ഇപ്പോഴും കേരളത്തിൽ വന്ന ഫൈനൽ അപ്ഡേറ്റ്? ഓൾറെഡി അലോട്ട്മെൻറ്റൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾക്കൊക്കെ ലിസ്റ്റ് കിട്ടി, നിങ്ങൾ ഏത് കോളേജിലാണ് കിട്ടിയതെന്ന് മനസ്സിലായ സമയത്ത് വീണ്ടും ഒരു കുതിച്ചു ചാട്ടം പോലെ ഒരു എക്സ്റ്റൻഷൻ വന്നു. ഓഗസ്റ്റ് 15 വരെ വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാ പ്രോസസ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 15 വരെ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം വരും, ഇപ്പോഴെനിക്ക് കിട്ടിയ കോളേജുകൾ പോകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള റീഅറേഞ്ച് ചെയ്യാനുള്ള സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ലിസ്റ്റിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പുതിയ ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത്? പുതിയ പ്രൊവിഷണൽ ലിസ്റ്റ് ഓഗസ്റ്റ് 16 പ്രസിദ്ധീകരിക്കും. കാരണം 15 വരെയാണല്ലോ അലോട്ട്മെൻറ്റ് ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റ് 16 പുതിയ പ്രൊവിഷണൽ ലിസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെയാണ്. ചിലപ്പോഴേ ആദ്യം കിട്ടിയ ആ പ്രൊവിഷണൽ ലിസ്റ്റിൽ തന്നെ അതേ കോളേജുകൾ ഉണ്ടാവും, ചിലപ്പോഴും മാറ്റങ്ങൾ വന്നേക്കാം. കാരണം വീണ്ടും ഓപ്ഷൻ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ എപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക? കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് ഓഗസ്റ്റ് 18 ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഓഗസ്റ്റ് 18. അപ്പോൾ 16 എന്ത് വരും മക്കളെ? 16 എന്ത് വരും? 16 പ്രൊവിഷണൽ ലിസ്റ്റ് വരും. 18 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. എവിടുത്തെ? നമ്മുടെ കേരളത്തിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്? ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 24 കോളേജുകൾ ജോയിൻ ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ഭാഗത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഏറ്റവും റെലവൻ്റ് ആണ്. കാരണം കേരളത്തിലെ അലോട്ട്മെൻറ്റും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞാണ്. മക്കളെ ഒന്നും കൂടെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ആദ്യഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പിന്നീട് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ അഡീഷനോ അല്ലെങ്കിൽ അതിൽ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ MBBS എത്ര ടൈപ്പ് ഓപ്ഷൻസാണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റുക? ഗവൺമെൻറ് MBBS കൊടുക്കാം, ഗവൺമെൻറ് BDS കൊടുക്കാം, സെൽഫ് ഫിനാൻസിങ് MBBS കൊടുക്കാം, സെൽഫ് ഫിനാൻസിങ് BDS. 4 കാറ്റഗറി. ഇതൊക്കെ ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ 4 കാറ്റഗറി ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും തന്നെ കൊടുക്കണം. ഏത് ഡേറ്റിനുള്ളിൽ കൊടുക്കണം? ഓഗസ്റ്റ് 15 കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്കൊരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പറ്റും. ഇത് തന്നെ ഒരു അപൂർവമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ട്രയൽ വന്ന് വീണ്ടും നീട്ടി വെക്കുക എന്നുള്ളത് റയറായിട്ട് വന്നൊരു കേസാണ്. ഇപ്പം ഇനി അതിലൊരു സാധ്യതയില്ല. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താണ്ട് തീർച്ചയായിട്ടും ഓഗസ്റ്റ് 15 കൊടുക്കാമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരി. പിന്നെ നമ്മൾ കേരളത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലോ വയനാട് പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരോ കോട്ടയത്തോ ട്രിവാൻഡ്രത്തോ എവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ചില കുട്ടികൾ ആലോചിക്കും, എനിക്ക് ഇഷ്ടം കോട്ടയത്തായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് ഇടുക്കിയിലാണ്, അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? തീർച്ചയായും നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും. തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായും നിങ്ങൾ എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും. പക്ഷേ ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഓൾ ഇന്ത്യയിൽ വേണമെങ്കിൽ 2ാം റൗണ്ടിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഇവിടെ അത് പറ്റില്ല. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. മനസ്സിലായല്ലോ? ഇപ്പം മക്കളെ ഈ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഓപ്ഷൻസിന് റീഅറേഞ്ച്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഓഗസ്റ്റ് 15 കൊടുക്കണം എന്നുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ കേരള ഇതെന്താ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, എന്താ സാർ ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ? മക്കളെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല. ഉറപ്പായും നമ്മുടെ ആദ്യഘട്ട മെഡിക്കൽ MBBS BDS അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേരളത്തിൽ ഈ കോഴ്സുകൾ, ഏത് കോഴ്സുകൾ? ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, യുനാനി, അതേപോലെ തന്നെ നമ്മുടെ BPharm, ഇതിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റുകൾ തീർച്ചയായിട്ടും ഇപ്പോൾ 18 നമ്മുടെ ഓഗസ്റ്റ്
18 എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഓഗസ്റ്റ് 20 കൂടിയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉള്ളിൽ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു നോക്കണം. ഇപ്പം ഞാൻ കണക്കാക്കുന്ന ഒരു ഡേറ്റ് ഓഗസ്റ്റ് 20 ശേഷമാണ്. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം നമുക്കിപ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. കേരളത്തിൽ MBBS പറഞ്ഞു, BDS പറഞ്ഞു, ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പലപ്പോഴും നിങ്ങളുടെ ഒരു സംശയം എത്ര എമൗണ്ട് നിങ്ങൾ കരുതി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ കരുതണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വല്ലാതെ കുട്ടികൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് നോക്കി വീഡിയോ അവസാനിപ്പിക്കാം. മക്കളെ ഈ ഫീസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ 5000 റുപ്പീസാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അടച്ചത് അല്ലേ. അപ്പോൾ ഈ 5000 റുപ്പീസ് അടച്ച് നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ കോളേജുകൾ ഗവൺമെൻറ് MBBS കിട്ടിക്കഴിഞ്ഞാൽ 18,500 രൂപ കൂടി ഈ എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് അടക്കണം. ഒന്നുകൂടെ കൃത്യമായിട്ട് ഞാൻ പറയാം. 5000 അടച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു. സപ്പോസ് നിങ്ങൾക്ക് ഗവൺമെൻറ് MBBS കിട്ടിയ 18,500 ആണ് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBS ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 95,000 അടക്കേണ്ടി വരും. 95,000 രൂപ അടക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസിങ് അമലിയിലോ പുഷ്പഗിരിയിലോ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ PK ദാസിലോ ഇവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 95,000 ആരുടെ അക്കൗണ്ടിലേക്ക് എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് അഡീഷണൽ ആയിട്ട് അടക്കേണ്ടി വരും ഈ 5,000 കൂടാതെ. പിന്നെ നിങ്ങൾ BDS കിട്ടിക്കഴിഞ്ഞാൽ താരതമ്യേന ചെറിയ എമൗണ്ട് മതി. 15 BDS എവിടെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കാൻ 15,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എൻട്രൻസ് കമ്മീഷൻ അക്കൗണ്ടിലേക്ക് അടക്കേണ്ടത്. പിന്നെ BDS സെൽഫ് ഫിനാൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 95,000 തന്നെ അടക്കേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പേജിൽ വരും. അപ്പോൾ നമ്മുടെ പ്രൊഫൈലെടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര എമൗണ്ടാണ് അടക്കേണ്ടതെന്ന്. NRIക്കൊക്കെ കുറച്ച് ഫീസ് കൂടുതലാണ്. NRI കോട്ടയിലേക്ക് കിട്ടിയാണ് 4,95,000 രൂപ വരെയൊക്കെ അടക്കേണ്ടി വരും. അപ്പോൾ ഇത് അടക്കുന്നത് നമ്മുടെ കേരളൻ്റെ സൈറ്റിൽ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അതുപോലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ പേയ്മെൻറ്റ് ഇത് തന്നെ പ്രിഫർ ചെയ്യേണ്ടി വരും കേട്ടോ. UPI പേയ്മെൻറ്റ് അതിൽ അവൈലബിൾ ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അപ്പോൾ കാർഡിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസം ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. കാർഡ് ലിമിറ്റ് ഉയർത്തുകയോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ, അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ ചെയ്താലും മതി. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ ആ കാര്യങ്ങൾ. പിന്നെ കോളേജ് ജോയിനിങ്ങിൻ്റെ സമയത്തുള്ള ഫീസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് ഓരോ കോളേജിലും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങൾ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഞാൻ മറ്റൊരു വീഡിയോയിൽ തരാം. ഇത് കൂടാതെ ഈ അടക്കുന്ന ഫീസ് കൂടാതെ കോളേജിലേക്ക് ജോയിനിങ് ടൈമിൽ അടക്കേണ്ട ചില ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം അത് വ്യത്യസ്തമായ ഫീസാണ് ഓരോ കോളേജുകളിലും വരുന്നത്. പിന്നെ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20ഓളം ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പലതും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ആ 20 ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം അതൊരു പർട്ടിക്കുലർ ഓർഡറിൽ ചെയ്യണം എന്നൊക്കെ നമുക്കത് പറയുന്നുണ്ട്. എന്നാലും ഇവിടെ ഞാനൊരു ഏകദേശം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡോക്യുമെൻറ്റ്സ്, പെട്ടെന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏകദേശം 20 ഉണ്ടാവും. ശ്രദ്ധിക്കണേ. പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ NEET ഹോൾ ടിക്കറ്റാണ്. അതില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മക്കളെ നോട്ട് ചെയ്യണേ. നീറ്റ് അത് നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ പറയുന്നതൊക്കെ നോട്ട് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നൊരു ടിക്ക് ചെയ്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പറയണില്ലേ 10-20 ഉണ്ടല്ലോ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ. NEET ഹോൾ ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണേ. പിന്നെ NEET സ്കോർ കാർഡ്, ഈ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. നിങ്ങളത് പരീക്ഷ എഴുതിയ സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ 2 സംഗതികളാണ്. അപ്പോൾ NEET ഹോൾ ടിക്കറ്റും NEET സ്കോർ കാർഡ് മനസ്സിലായല്ലോ. ആദ്യത്തെ 2 ക്ലിയർ ആണല്ലോ. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളൻ്റെ അലോട്ട്മെൻറ്റ് വരും. എപ്പോഴാണ്? 18-ാം തീയതി കേരളൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളിൽ നിന്ന് കിട്ടും. ഒന്ന്, ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. 2, ഒരു ഡാറ്റ ഷീറ്റ്. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ താഴെ ഇപ്പോൾ കമൻറ്റ് വരും, ഡാറ്റ ഷീറ്റ് എന്താണ്? മക്കളെ, ഡാറ്റ ഷീറ്റ് ഇപ്പോഴും കിട്ടില്ല. ഡാറ്റ ഷീറ്റ് കിട്ടുന്ന എപ്പോഴാണ്? യു ആർ അലോട്ടഡ് ടു ഏതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്ന് പറഞ്ഞ് അതിനുശേഷം ആ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം ഈ 2 സംഗതികളും കിട്ടും. ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട കേട്ടോ. എന്തൊക്കെയാണ്? കേരള അലോട്ട്മെൻറ്റ് മെമ്മോ, കേരള ഡാറ്റ ഷീറ്റും. അതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും കൃത്യമായിട്ട്. അത് കോളേജിലേക്ക് പോകുമ്പോൾ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടുന്ന 2 ഡോക്യുമെൻറ്റ്സാണ്. ഏതൊക്കെ? കേരള ഡാറ്റ ഷീറ്റും കേരള അലോട്ട്മെൻറ്റ് മെമ്മോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ 4 ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എന്ത് നേറ്റിവിറ്റിയുടെ പ്രൂഫ് എന്താണോ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തത്, ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൂടെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. ശരി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണേ, കോപ്പി എടുത്ത് വെക്കണം കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് പോകണം. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ഭയക്കാനൊന്നുമില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഒറിജിനലായിട്ട് സർട്ടിഫിക്കറ്റുകൾ വേണം. ക്ലാസ് 10ഉം ക്ലാസ് 12ഉം. ക്ലാസ് 10 വേണം, ക്ലാസ് 12 വേണം.
പിന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ സ്കൂളിൽ നിന്ന് ഒരു TC നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC വേണം. പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് TC. അതിപ്പോൾ ജനറലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് TC, 2 കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഒരു അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറിൽ നിന്ന് വാങ്ങിയ, അത് സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി അസിസ്റ്റൻറ്റ് സർജൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലോ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കിൽ അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ട്സിലുണ്ട് കേട്ടോ. മക്കൾ അതിൽ തന്നെ വാങ്ങണേ. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും, അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. പിന്നെ അതിൽ ചില ബോണ്ടുകളുണ്ട്, അതായത് റാഗിങ്ങിനെതിരായിട്ടുള്ള ബോണ്ടുകൾ, പിന്നെ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇഷ്യൂസ്, അതൊക്കെ പറയുന്ന ചില ബോണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, കോളേജിൽ കൊടുക്കേണ്ടി വരും. അതിനൊരു സ്റ്റാമ്പ് പേപ്പർ ആവശ്യമാണ്. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ വേണം. എന്തിനാണ് സ്റ്റാമ്പ് പേപ്പർ എന്ന് മനസ്സിലായോ? നമ്മൾ ഒരു പർട്ടിക്കുലർ ഈ 2 കാര്യങ്ങൾ, ആൻറ്റി റാഗിങ് പിന്നെ ഡിസ്കണ്ടിന്യൂഷൻ, കോളേജിലെ ഡിസ്കണ്ടിന്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന് കൃത്യമായിട്ട് നമ്മുടെ പ്രോസ്പെക്ട്സിൽ നമുക്കത് കാണാം. അതിൻ്റെ ഫോർമാറ്റ് അത് നമുക്ക് സ്റ്റാമ്പ് പേപ്പറിലേക്ക് മാറ്റിയിട്ട് അത് ഡെഫിനറ്റായിട്ട് കൊണ്ടുപോകണം കേട്ടോ. ആ സമയത്തൊക്കെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പേരിൽ അത് ആർക്കാണ് കൊടുക്കുന്നത്, ആ കൺസേൺഡ് കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ പേരിലേക്കാണ് രണ്ടാമത്തെ പാർട്ടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാർട്ടീസ് വരുന്ന പാർട്ടി 1, പാർട്ടി 2 എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളാണ്, രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണ്. അപ്പോൾ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത് അവിടുത്തെ കേട്ടോ. ഓക്കെ. ഇപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് 3 തരത്തിലുള്ള വാക്സിനേഷനാണ്. ഒന്ന് ചിക്കൻ പോക്സും പിന്നെ ഹെപ്പറ്റൈറ്റിസും MMR. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നത് എന്താണ് വാക്സിനേഷൻ. മക്കളെ, ഇതിൽ ഓൾറെഡി ഈ വാക്സിൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ MMRൻ്റെതും ചിക്കൻ പോക്സിൻ്റെയൊക്കെ വാക്സിൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടാവും. എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളുള്ള ഒരുപാട് പേഷ്യൻസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ നമുക്ക് വരാനുള്ള, ഒരു ചിക്കൻ പോക്സ് ഒക്കെ വന്നാൽ നിങ്ങൾക്കറിയാം എത്ര മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതണം. പിന്നെ ചില കേസിൽ ചില പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസ് കഴിഞ്ഞവർക്കുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് നോർമലി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവില്ല, അത് ഇഫ് നെസസറി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എടുത്താൽ മതിയാവും. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കേട്ടോ, ആധാർ കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. പിന്നെ OBC NCL, അതായത് OBC വിഭാഗപ്പെട്ട, ജനറൽ വിഭാഗക്കാർക്ക് ഇത് വേണ്ട, OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ചുരുക്കി പറഞ്ഞാൽ NCL, OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് NCL അഥവാ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, അത് മറക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ പിന്നെ 18,500 രൂപ അടക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ റെസീറ്റ്, ട്യൂഷൻ ഫീ റെസീറ്റ്, അത് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി. അല്ലാണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ആ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. ആ ട്യൂഷൻ ഫീ റെസീപ്റ്റ്, നമ്മൾ രണ്ടാമത് അടക്കുന്ന ഫീസിൻ്റെ റെസീപ്റ്റ്, അതൊന്ന് കയ്യിൽ കരുതണം. പിന്നെ കുറച്ച് കൂടുതൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുത്ത് വെച്ചോളൂ. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒരു 10 12 ഫോട്ടോസ് കയ്യിൽ കരുതി. കാരണം പലതിനും ആവശ്യങ്ങളുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആവശ്യമുണ്ടാവും, പെട്ടെന്ന് ഓടാൻ നിൽക്കണ്ട. ഒരു 10 20 ഫോട്ടോ കയ്യിൽ കരുതിയാൽ ഒരു കുഴപ്പമില്ല, പിന്നീട് അത് ഉപയോഗിക്കാമല്ലോ നമുക്ക് കേട്ടോ. ശരി, അങ്ങനെ പലതിനും ഫോട്ടോസ് ആവശ്യമുണ്ടാവും. ഓക്കെ. പിന്നെ നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അതിൻ്റെ PWD സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണേ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാവുന്നത്. PWD സർട്ടിഫിക്കറ്റ് അതും കൂടെ ഒന്ന് കയ്യിൽ കരുതുക. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, എക്സ് സർവീസ്മാൻ, NCC അങ്ങനെ എന്തെങ്കിലും സ്പോർട്സോ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾ NRI ക്വാട്ടയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ NRI ഡോക്യുമെൻറ്റ്സ്, NRI സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കരുതുക, മറക്കരുത്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാണ്. വീണ്ടും പെട്ടെന്നൊന്നും കൂടെ വായിക്കാം. നീറ്റ് ഹോൾ ടിക്കറ്റ്, നീറ്റ് സ്കോർ കാർഡ്, കേരള ഡാറ്റ ഷീറ്റ്, കേരള അലോട്ട്മെൻറ്റ് മെമ്മോ. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട, ഇത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ കിട്ടും. പിന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12 സർട്ടിഫിക്കറ്റ്, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്റ്റാമ്പ് പേപ്പർ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, ആധാർ കാർഡ്, NCL സർട്ടിഫിക്കറ്റ്, ട്യൂഷൻ ഫീ റെസീപ്റ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, പിന്നെ PWD സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ, പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളത്, പിന്നെ NRI സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫൈനൽ അപ്ഡേറ്റ് വീഡിയോ, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.